ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യുപോഡ് ക്ലാസ് 7. എല്ലാവർക്കും മക്കളെ ഏഴാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. കുറച്ചായാലും നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ അവസാനത്തെ കൊല്ല പരീക്ഷയുടെ ടൈം ടേബിളൊക്കെ വന്നു. നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ മക്കൾ, അതിനുള്ള ആൻസർ ഒന്ന് ആദ്യം കമൻറ്റ് കേട്ടോ. നിങ്ങളുടെ ആനുവൽ എക്സാം അഥവാ കൊല്ല പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ടഫായിട്ടുള്ളത്, ഏതൊക്കെ സബ്ജക്റ്റാണ് ഈസി ആയിട്ടുള്ളത്? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ടഫാണോ ഈസിയാണോ? ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്കി വീഡിയോസും ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താടാ, സോഷ്യൽ സയൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ സോഷ്യൽ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാത്തതുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, ഏഴാം ക്ലാസ്സിലെ ആനുവൽ എക്സാം അഥവാ കൊല്ല പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക. ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആർക്കൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരോടൊക്കെ നമ്മുടെ ലൈവിൽ ഈ വീഡിയോ കാണാൻ വരാൻ പറയുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം ലിങ്ക് ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, അതായത് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ 9ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, 10ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, 11ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, 12ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ചാപ്റ്റേഴ്സുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള, ശ്രദ്ധിച്ചോ, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓർത്ത് വെച്ചോ ഏതാടാ? ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാറേ 1 മുതൽ 8ാമത്തെ ചാപ്റ്റർ ഒരു ഇമ്പോർട്ടൻ്റ് ആണോ? 1 മുതൽ 8ാമത്തെ ചാപ്റ്റർ ഒരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ അതിൽ നിന്നും എക്സാമിന് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് വെച്ചാൽ 50%, അതായത് ആകെയുള്ള ആക്ടിവിറ്റിയുടെ 50% ആക്ടിവിറ്റിയും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള, അതായത് ഏതൊക്കെ ചാപ്റ്ററാ? 9, 10, 11, 12. ഈ 4 ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ 50%-ലധികം ആക്ടിവിറ്റീസ് വരാം. പിന്നെ ഒരു 30% ആക്ടിവിറ്റി ഏത് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? അതായത് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക? 30% ആക്ടിവിറ്റി ഉണ്ടാവുക. നിങ്ങൾ ഓണം എക്സാമിന് പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് 1 മുതൽ 4ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയായിരുന്നു? 1 മുതൽ 4 വരെയായിരുന്നു. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയായിരുന്നു? 5 മുതൽ 8 വരെയായിരുന്നു. അപ്പോൾ ഓണം എക്സാമിൻ്റെ പോർഷനിൽ നിന്ന് ഒരു 20% ആക്ടിവിറ്റി, 1-2 ആക്ടിവിറ്റി മാത്രമേ എന്തെന്ന് ചോദിക്കുകയുള്ളൂ, ഓണം എക്സാമിൻ്റെ പോർഷൻസ് ചോദിക്കുകയുള്ളൂ. 2 ആക്ടിവിറ്റി എങ്ങാനും ആയിരിക്കും എന്തെന്ന് ചോദിക്കുക, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ചോദിക്കുക. ബാക്കി എല്ലാ ആക്ടിവിറ്റിയും നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 9, 10, 11, 12 ചാപ്റ്റേഴ്സാണ് ചോദിക്കുക. അപ്പോൾ സോഷ്യൽ സയൻസ് സെറ്റാക്കി തരാൻ ടീം എജ്യുപോഡ് നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്ക് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ചാനൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, പേടികൾ, ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അതിലൂടെയാണ് നമ്മൾ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ നിങ്ങൾക്ക് തരട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക, സെറ്റാക്കുക, ജില്ലാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ 4 ചാപ്റ്റേഴ്സ് മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം. പഠിക്കാൻ സെറ്റല്ലേ? പഠിക്കാൻ റെഡിയല്ലേ? പഠിക്കാൻ ജില്ലല്ലേ? ജില്ലല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.